ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊതുകുകളില്ലാത്തൊരു നാടുമായിട്ടാണ്. നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഗൈസ്. യാത്രയുടെ രസം കളയുന്ന ചെറിയ ചില രസം കൊല്ലികളുണ്ട്. അത്തരത്തിലൊന്നാണ് മൂളിപ്പാട്ട് പാടി വന്ന് നമ്മുടെ ചോരയൂറ്റി കുടിക്കുന്ന കൊതുകുകൾ. നമ്മുടെ നാട്ടിൽ കൊതുക് കടി കൊള്ളുക എന്നത് തന്നെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത്രയധികമാണ് കൊതുകുകൾ. ലോകമെമ്പാടും ഏകദേശം 2500-ലധികം വ്യത്യസ്ത രീതിയിലുള്ള കൊതുകുകളാണ് ഉള്ളത്. എന്നാൽ കൊതുകുകൾ ഒരെണ്ണം പോലുമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് ഈ ഭൂമിയിൽ. കൊതുകുകടി ഒന്നും ഏൽക്കാതെ, ഒരു കൊതുകിനെ കാണുക പോലും ചെയ്യാതെ സുഖമായി യാത്ര പോയി വരാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ട്. അതാണ് ഐസ്ലാൻഡ്. നമ്മുടെ ചോരയൂറ്റി കുടിക്കുന്ന ഈ വില്ലൻ്റെ ഒരു പൊടി പോലും ഇവിടെയെങ്ങും കാണാൻ സാധിക്കില്ല. ഐസ്ലാൻഡിലെ കാലാവസ്ഥയും താപനിലയുമാണ് കൊതുകിനെ അകറ്റി നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. വടക്കൻ യൂറോപ്പിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് ഇത്. റെയ്ക്ജാവികയാണ് തലസ്ഥാനം. സജീവ അഗ്നിപർവ്വതങ്ങളുള്ള രാജ്യമാണ് ഇത്. എന്താണ് ഈ ഐസ്ലാൻഡിലെ നോ മോസ്കിറ്റോ സിദ്ധാന്തം? കൊതുകിനെ പറ്റിയും കൊതുക് കടിയെ പറ്റിയും വളരെ പ്രചോദനാത്മകമായ ഒരു ചിന്തയുണ്ട്. സമൂഹത്തിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ കഴിയാത്ത വളരെ ചെറിയ ആളാണ് നിങ്ങൾ സ്വയം കരുതുന്നുണ്ടെങ്കിൽ ഒരു രാത്രി കൊതുകിനൊപ്പം ഉറങ്ങുക. അപ്പോൾ മനസ്സിലാകും നമ്മൾ അത്ര ചെറിയ ആളല്ല എന്ന്. ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് എത്തുന്ന ഒരു വാക്യമാണ് ഇത്. പക്ഷേ ഐസ്ലാൻഡുകാർ എങ്ങനെയാണ് ഈ കുഞ്ഞന്മാരെ ഒതുക്കിയതെന്ന് അറിയണ്ടേ? ഇത് സംബന്ധിച്ച് നിരവധി ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഐസ്ലാൻഡിലെ താപനില കൊതുകുകളെ അകറ്റി നിർത്തുന്നതിൽ വഹിക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചത്. അന്റാർട്ടിക്ക പോലുള്ള തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ വരെ കൊതുകുകൾക്ക് പ്രജനനം നടത്തുമെങ്കിലും ഐസ്ലാൻഡിൽ അത് സാധ്യമാകുന്നില്ല. എന്താണ് ഈ ഐസ്ലാൻഡിൻ്റെ പ്രത്യേകത? ഭൂമിയിലെ തണുത്തുറഞ്ഞ മറ്റു പല പ്രദേശങ്ങളിലും യാതൊരു കുഴപ്പവുമില്ലാതെ പ്രജനനം നടത്താൻ കഴിയുന്ന കൊതുകുകൾ അവിടെയെല്ലാം വളരെ സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിച്ചു വരുന്നത്. എന്നാൽ ഐസ്ലാൻഡിൽ അവർക്ക് വില്ലന്മാരാകുന്നത് അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. വർഷത്തിൽ ഐസ്ലാൻഡിൽ 3 തവണയാണ് തണുത്തുറയൽ നടക്കുന്നത്. ഇതാണ് കൊതുകുകൾക്ക് ഐസ്ലാൻഡ് പ്രിയപ്പെട്ട ചുരുക്കത്തിൽ കൊതുകുകളുടെ നിലനിൽപ്പിന് ഒട്ടും അഭികാമ്യമല്ലാത്ത കാലാവസ്ഥയാണ് ഐസ്ലാൻഡിലേത്. കൂടാതെ ഇവിടുത്തെ വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും രാസഘടനയും കൊതുകുകൾക്ക് ജീവിക്കാൻ യോജിച്ചതല്ല. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഐസ്ലാൻഡിനെയും കാര്യമായ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഭാവിയിൽ ഐസ്ലാൻഡും കൊതുകുകൾക്ക് പറ്റിയ ഒരു ഇടമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.